ഓക്കെയും നല്ലൊരു ഓർമ്മയാണ്. നമുക്ക് ഇടതുവശത്ത് കാണുന്നതാണ് അസീസി. ഏറ്റവും മേളിൽ ഒരു കോട്ട കാണുന്നുണ്ടല്ലോ, അതില് ഇനി അറ്റത്ത് ഒരു തൊട്ട് ബസിലിക്കയുണ്ട്, വലത് അറ്റത്തൊരു ബസിലിക്ക. ഒന്ന് ക്ലാരയുടെ ബസിലിക്ക, ഒന്ന് അസീസിയുടെ ബസിലിക്ക. എനിക്ക് തോന്നുന്നു ഈ ഇടതുവശത്ത് കാണുന്നതാണ് അസീസി ഫ്രാൻസിസിന്റെ ബസിലിക്ക. ഈ വശത്ത് കാണുന്നത് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരു പള്ളി. പിന്നെ ഇതിനകത്ത് തന്നെ സന്ത് ഏഞ്ചൽസിന്റെ ഒരു പള്ളി, മലാഖമാരും ഒക്കെ കല്ലൂർ എന്തോ ഒരു സ്റ്റോറിയൊക്കെ അതിൻ്റെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഓർക്കണം. അങ്ങനെ ഒരു പള്ളിയുണ്ട്. അപ്പോൾ അങ്ങനെ പള്ളികളും ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇതാണ്. ഇതിൻ്റെ തെരുവീതികളും കൊച്ചു കൊച്ചു ഇടവഴികളും എല്ലാം ഒരു ടിപ്പിക്കൽ ഒരു ഇറ്റാലിയൻ ഒരു വില്ലേജിൻ്റെ ഒരു മനോഹരമായൊരു ദൃശ്യമാണ്. ഉംബ്രിയ എന്ന് പറയുന്ന ഒരു പ്രോവിൻസ്, ഒരു നമ്മുടെ കേരളം പോലെയുള്ള ഒരു സ്റ്റേറ്റ്, അതാണ് അസിസി. ഒരു വില്ലേജ് അതിനകത്ത്. അതായത് നമ്മൾ കേരളം എന്ന് വിചാരിച്ചു, അതാ ഉംബ്രിയ. ഇറ്റലിയെ നമ്മുടെ പല സ്റ്റേറ്റ്സ് ഒക്കെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു സ്റ്റേറ്റ് ആണ് അതിനിവിടെ പ്രോവിൻസ് എന്ന് പറയുന്നത്, പ്രൊവിൻഷ്യ. പോവുക എളുപ്പമാണ്, പക്ഷേ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ ആയിത്തീരാൻ, കുറച്ചെങ്കിലും ആയിത്തീരുക, അത് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ വെല്ലുവിളിയാണ്. അവിടെ ആ പള്ളി എടുത്തത് നമ്മളിങ്ങനെ വന്നത് ആ ഡോമായിട്ട്. അത് ബാലാഖമാരുടെ പള്ളി എന്നാണ് പറയപ്പെടുന്നത്. ആ പള്ളിയുടെ അകത്ത് ചെറിയ പള്ളിയുണ്ട്. ആ പള്ളി ഇന്ന് ഇറക്കിയാണ്. ആ ശിശുപുണ്യാലിനൊരു സ്വപ്നമുണ്ടായി, അത് റെസ്റ്റോർ ചെയ്യണം. അപ്പോൾ അത് തന്നെ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന്, കടം വാങ്ങിച്ചുകൊണ്ട് വന്ന് റെസ്റ്റോർ ചെയ്ത പള്ളി അതിനകത്ത് തിരിച്ചു പോകുമ്പോൾ സമയമുണ്ടെങ്കിൽ ആ പള്ളിയാണ് വീട് അവിടെയാണ് പള്ളി. അത് വേറെ പല ട്രസ്റ്റാണ്. അതിൻ്റെ മണ്ടയിലൊരു പള്ളി, വലിയ പള്ളി, കോട്ടയല്ലേ. The church had to be reinforced. After that it had become a very weak due to many earthquakes. അതായത് ഒത്തിരി ഭൂകമ്പങ്ങൾ കാരണം That one dates back to mid-14th century when it was rebuilt, exactly where before, long before, stood Hezbollah, different stronghold, which was razed to the ground by the inhabitants of Assisi when the town became a free city-state. Among those who fought for their freedom and the freedom of their time, all the historians have included the young Francis. He made such an experience which enabled him later to rebuild, to restore the Portiuncula, Sant'Aniani, and the third church, which is the second. This fort, this fortress was used for the wars or the protection of the city? Yes, to control the city. By the German emperors. By the German emperors? Yes, the famous Friedrich I, nicknamed Red Beard. Why? Did they have at the time of the bitter struggle fight between papacy and empire? You see, the empire, German emperors tried to
before the Syrian also broke. That was the symbol of the aided foreign government. And there was a museum of. It was No, there showed all the instruments in the Middle Ages. They used to torture people, punish. not in there. It is just empty. But no. Okay. ഇതാ കോട്ടയുടെ കാര്യം പറഞ്ഞത് കോട്ട ഒരു ജർമ്മൻ രാജാവ് ഫ്രെഡറിക് ഫസ്റ്റ് പണിതാണ്. അതായത് പേപ്പസി രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഉണ്ടായിരുന്നു. ജർമ്മനിയിൽ രാജാവ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് പണിതായ കോട്ടയാണ്. അത് 14ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്തായി. ഇപ്പോൾ തന്നെ ഇപ്പോൾ now it is kept free. No, nothing. ഈ കാണുന്ന ആർച്ചുകൾ ഈ കെട്ടിടം പണിതപ്പോൾ ഇവിടെ ഒത്തിരി ഭൂമികൾക്ക് ഉണ്ടാകുന്ന സ്ഥലമാണ്. അത് കാരണം ഇത് റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പണിതാണ് ഈ ആർച്ചുകൾ. നമ്മളതിനകത്ത് പോകുന്നില്ല. miejscowości czy miejsca znajdują. Po drugiej stronie, jeśli się odwrócimy, പഴയ വയലായിരുന്നു come here, please. the stout Romanesque bell tower of the Cathedral Church. This is the facade. Okay? Rufino Cathedral. ഈ ആ കാണുന്ന കത്തീഡ്രൽ റുഫീനസ് bishop of Yes, the first bishop. He was drowned there where is the river Chiascia, and near there St. Francis was talking to the birds. Canare. കന്നാറ. Now, next to that facade in the bell tower, there is this building, at the entrance of which recently has been set on the wall a piece of pink limestone engraved with the words, "Here was born Saint Clare," and here she spent her first youth. She was the first daughter of four of the Lord of Assisi, Messer Favaroni Schifi. She belonged to the aristocracies. പ്ലീസ് ഇച്ചിരി ക്ഷമ നിങ്ങൾ കാണിക്കണം, നിങ്ങളിതൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. Francis of Assisi then belonged to the bourgeoisie, to the middle class, being the son of a clergyman. ക്ലെയർ ഇവിടുത്തെ ലോർഡ് ഓഫ് അസീസി പുള്ളിയുടെ മകളായിരുന്നു, 4ാമത്തെ മകള്. ആ കാണുന്ന കത്തീഡ്രലിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലാണ് ജനിച്ചത്. ഇത് അവിടുത്തെ ഇതാണ് ഈ കത്തീഡ്രലിന്റെ തൊട്ടടുത്ത് വീട്. Where is my name? ഇത് ആ വീടിരിക്കുന്ന സ്ഥലമായിരുന്നു അസീസിയുടെ ഫ്രാൻസിസിന്റെ വീട്. അപ്പൊ ആ ഡോം ഇരിക്കുന്നു, അതിനകത്ത് ഇപ്പോഴും ആ മുറിയൊക്കെ ഉണ്ട്, പിടിച്ച് കൂട്ടിയിട്ടുണ്ട് മുറി. അതായത് അസീസി അവർ നമ്മൾ പിള്ളേരെ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോഴത്തേന് ഇനി മേലെ പുറത്തിറങ്ങി പോരെന്ന് എന്ന് പറഞ്ഞ പോലെ ഫ്രാൻസിസ് കൊണ്ടാണ് പിടിച്ചൊരു മുറി പിടിച്ച് കൂട്ടിയിട്ടുണ്ട്. Now, before going inside the church, let me inform you. Francis was born there. A few steps from there, here stood only a little church, St. George, the parish church of St. Francis, in which he was educated. The municipality of Assisi had already organized here public schools. When he died at La Porzioncola, Santa Maria degli Angeli today, after a few hours, for security reasons, he was brought up to the town and buried temporarily in St. George. And in front of that little church, on the lawn in front of the St. George Church, Pope Gregory died on the 16th of July, 1228. That is only 18 months after he passed away, he canonized Christ. He proclaimed him saint. Okay. After he was included in the pilgrimage. I will explain. ഫ്രാൻസിസ് ജനിച്ച വീടത് അന്ന് ഇതൊരു കൊച്ചു പള്ളിയായിരുന്നു ഇവിടെ. അത് സെയിൻറ്റ് ജോസഫ് ചർച്ച്. അവിടെ ഒരു ചെറിയ പള്ളിക്കൂടും ഇവിടെ ഫ്രാൻസിസ് പഠിച്ചു നിർത്തി.
പക്ഷെ ഫ്രാൻസിസ് തൻ്റെ അവസാന കാലം കഴിച്ചത് ആ പള്ളി അവിടെ ഉള്ള ഒരു സ്ഥലത്തായിരുന്നു. അവിടെ മരിച്ചു കഴിഞ്ഞപ്പോൾ തൽക്കാലത്തേക്ക് സെക്യൂരിറ്റി റീസൺ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ അത് അടക്കി. അത് കഴിഞ്ഞിട്ട് വിച്ച് വാസ് ദ പോപ്പ് ഗ്രിഗറി നയൻത് അവിടെ വന്ന് പിന്നെ ഫ്രാൻസിസ് വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. Okay. Then that St. George was included in the building of this Basilica of St. Clare. When we will enter the church, we will oblige to go to the right and enter this special place in which today there is always a thing. This wonderful, famous crucifix, painted wooden crucifix, icon of the crucifix. the iconography of Christus Triumphans, the triumphant Christ. Jesus depicted crucified, but with open alive. He is the winner of the death of the sins of the devil. This is a masterpiece of the medieval painting in Europe. It is thought it may have been painted in about 1180. Perfectly preserved. I can stay here, up here. അതായത് ഇതിനകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്ന ഈ ഒരു ഐക്കൺ ഓഫ് ക്രൂസിഫിക്സ്. ആ ക്രൂസിഫിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിമ്പിൾ ഓഫ് വിക്ടറി, അതുകൊണ്ട് ഒരു ക്രൂസിഫിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തിയോളജിയാണ്. ഈശോയുടെ മരണമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു പരാജയമല്ല, ഒരു വലിയ വിക്ടറിയാണ്. വിക്ടറി ഓവർ സീൻ, വിക്ടറി ഓവർ ഡെത്ത്, വിക്ടറി ഓവർ സൈറ്റൻ. അപ്പോൾ അങ്ങനെ ആ കാര്യമാണ് ആ ഐക്കൺ. അത് 11. ഓക്കെ, നിങ്ങളകത്ത് കയറുമ്പോൾ അവിടെ ഈ കുരിശ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് മുൻപിൽ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്. അതിൽ 3rd വൺ ഇംഗ്ലീഷിലാണ്. അപ്പോൾ നമുക്കത് അവിടെ പോയി പ്രാർത്ഥിക്കാം. അകത്ത് കയറിയ മൊബൈൽ ഫോൺ ഇല്ല, വീഡിയോ ഇല്ല, ക്യാമറ ഇല്ല, എല്ലാം കിട്ടും. ഓക്കെ, നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് നിൽക്കാം. ഇന്നെടുക്കണം, ഒരാളെടുത്ത് അപ്പ് ഒരു ഫോട്ടോ എടുത്തോളാം. C'è la cattedrale. Sarebbe divenuto അപ്പം അമ്മ അത് മാത്രമല്ല, അതൊരു ദ്രവിച്ചതായിരുന്നു. per dire che l'ha liberato e l'ha lasciato fare, seguire la sua vocazione. Lui aveva unito il cuore di Dio. Lui molto complesso.
അപ്പോൾ അമ്മമാരാണ് ദൈവവിളിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ കേട്ടോ. അമ്മമാരെന്താണ് വിചാരിക്കുന്നത് അതനുസരിച്ചാണ്. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, അച്ഛന്മാർ എപ്പോഴും അമ്മമാരും മക്കൾ അച്ഛനാണ്. പക്ഷേ സാധാരണ ഗതിയിൽ അമ്മമാരാരും പക്ഷെ കന്യാസ്ത്രീകാരല്ലേ കൂടുതൽ? Numeri romani. Con i soldi offerti dal re cattolico di Spagna Filippo III ha fatto questa protezione a questo luogo santo. Chiaro? 1600 ഒരു സ്പാനിഷ് Spagnarum Rex, the King of Spagna. പലര മില്ല് 1616. ആണ് ഇതിങ്ങനെ മനോഹരമാക്കി. Allora lui entra Ok. a sinistra. So photo is allowed? Si può prendere il foto? No. Qui. Degli altri ti lasciano പോയോ? വണ്ടി മാറി കൊടുക്ക. ശരിയായോ? നേരത്തെ ആയിരുന്നു നല്ലത്. നേരത്തെ നിന്നായിരുന്നു. ആ പിള്ളേരുണ്ടോ? വരാൻ പറ്റും. അറിയിപ്പ് പറയണം പ്ലീസ്. 12:30 ആകുമ്പോഴത്തേ ആ കാണുന്ന പള്ളി അടയ്ക്കും. അപ്പോൾ ഇപ്പം എത്രയും വേഗം നമ്മൾ ഒന്നിച്ച് പോയിട്ട് വരാമെങ്കിൽ നമുക്ക് ആ പള്ളി ഒത്തിരി പ്രാധാന്യമുള്ളതാണ്. അതായത് പിന്നെ വിശുദ്ധ ഫ്രാൻസിസിന് ദർശനം ഉണ്ടായിട്ട് പുള്ളി തന്നെ റെസ്റ്റോർ ചെയ്ത പള്ളിയാണ് അതിനകത്തിരിക്കുന്നത്. അതിൻ്റെ പുറത്താണ് ഈ വലിയ ബസിലിക്ക പണിതിരിക്കുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ കണ്ടിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും. ഇനി മേളിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇച്ചിരി വാങ്ങിക്കാനായിട്ടുള്ള സമയം തരാം. അതുകൊണ്ട് ഇനി ഈ കൂട്ടത്തിൽ നിന്ന് വിട്ടെങ്ങും പോകാതിരിക്കുക. ഇങ്ങനെ പറയുന്നത് വളരെ ലോ ആണെങ്കിലും കേൾക്കുക. നമുക്ക് അത് ബാക്കിയുള്ള എങ്ങനെയെങ്കിലും പുറത്ത് പറഞ്ഞാൽ ഇത് അച്ഛൻ പറഞ്ഞത് 12:15 ആ പള്ളി അടയ്ക്കും. ഫ്രാൻസിസ് അസീസിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പള്ളിയാണത്. നമുക്കത് തീർച്ചയായിട്ടും കാണണം. പെട്ടെന്ന് എല്ലാവരും ഒരുമിച്ച് ചെയ്യണം, പെട്ടെന്ന് പോകണം. ഭക്ഷണം കഴിക്കാൻ ഇവിടെ വരണം. തിരിച്ച് പോയിട്ട് നമ്മൾ തിരിച്ചിട്ട് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി വേണമെങ്കിൽ വാങ്ങിക്കാനായിട്ടുള്ള സമയം എന്നാലും ഇപ്പം തരാം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ആരും എങ്ങും പോയേക്കല്ല, ഈ കൂട്ടം തന്നെ നടക്കുക. ഓക്കെ.